ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലൊക്കെയുള്ള ബൊഗെയിൻവില്ലകൾ അല്ലെങ്കിൽ കടലാസ് ചെടികൾ നിറയെ പൂവിടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ബൊഗെയിൻവില്ല നിറയെ പൂവിടുക എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തേത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ബൊഗെയിൻവില്ലകൾക്ക് ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ വളങ്ങൾ കൊടുത്താലും എത്രയധികം വളങ്ങൾ കൊടുത്താലും ചിലപ്പോൾ അവ നല്ലപോലെ പൂവിടണമെന്നൊന്നുമില്ല. അതിന് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളൊക്കെ കാണാറുണ്ടല്ലോ, വഴിയരികത്തൊക്കെ ഉണ്ടായി നിൽക്കുന്ന നാടൻ ബൊഗെയിൻവില്ലകളിൽ പോലും നിറച്ചു പൂവിട്ട് നിൽക്കുന്നത്. അതിന് പ്രധാന കാരണം അതിനൊക്കെ നല്ല വെയിൽ കിട്ടുന്നത് കൊണ്ടാണ്. ബൊഗെയിൻവില്ലകൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതും ഒന്നാമത്തേതുമായ കാര്യം നല്ല സൂര്യപ്രകാശം. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നട്ടു വളർത്താനായിട്ട്. നല്ല പോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ബൊഗെയിൻവില്ല നിൽക്കുന്നതെങ്കിൽ വളങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞാൽ പോലും അവ നന്നായിട്ട് പൂവിടുന്നതായിട്ട് നമുക്ക് കാണാം. അതേ സമയത്ത് തണലിലൊക്കെ വെച്ചിരിക്കുന്ന ബൊഗെയിൻവില്ലകൾ നോക്കിയാൽ അറിയാം, അവയിൽ വളരെ കുറച്ച് പൂക്കൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം പ്രൂണിംഗ് ആണ്. വെയിൽ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പ്രൂണിങ്ങും. പ്രൂൺ ചെയ്യാതെ നമ്മൾ ബൊഗെയിൻവില്ല നിർത്തുകയാണെങ്കിൽ അതിൽ വളരെ കുറച്ച് പൂക്കൾ മാത്രമാണ് ഉണ്ടാവുന്നതും. അതുപോലെ തന്നെ ഞാൻ പ്രൂൺ ചെയ്യാതെ നിർത്തിയിരിക്കുന്നതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ബൊഗെയിൻവില്ലയുടെ അടിയിലെ ചെറിയ കമ്പുകളൊക്കെ ഞാൻ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. അതിലൊക്കെ കണ്ടോ നിറയെ പൂക്കൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഈ കമ്പൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു കമ്പ് മാത്രം ഞാൻ പ്രൂൺ ചെയ്യാതെ നിർത്തി. അതിപ്പോൾ കണ്ടോ നീണ്ടു വളർന്ന് ഇതുപോലെ പൂക്കളൊക്കെ കണ്ടോ വളരെ കുറച്ച് പൂക്കളുള്ളൂ. അതുപോലെ ഇത്രയധികം ഹൈറ്റിലാണ് പോയിരിക്കുന്നത്. അതേ സമയത്ത് ഇത് പ്രൂൺ ചെയ്ത് നിർത്തുകയായിരുന്നെങ്കിൽ ഇതിൽ നിറയെ പൂക്കളുണ്ടായേനെ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് പ്രൂൺ ചെയ്താൽ മാത്രമേ ബൊഗെയിൻവില്ലയിൽ നിറയെ പൂക്കളുണ്ടാവുകയുള്ളൂ എന്ന്. ആ ഒരു ചെടിയുടെ അടിഭാഗത്തെ കമ്പുകളിലാണ് കേട്ടോ, ഈ പ്രൂൺ ചെയ്ത് കൊടുത്ത കമ്പുകളിലാണ് ഇതുപോലെ നിറച്ച് പൂക്കൾ വന്നിട്ടുള്ളത്. അതും ഈ ഒരു ചെറിയ ചട്ടിയിലുള്ള ബൊഗെയിൻവില്ലകളാണ് കേട്ടോ ഇതൊക്കെ. ഇതിലൊക്കെ കണ്ടോ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊന്നും ഹൈബ്രിഡ് ഒന്നല്ല, ഇത് നമ്മുടെ സാധാരണ നാടൻ ഇനങ്ങളാണ് കേട്ടോ. ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ആകുമ്പോൾ നല്ലപോലെ തന്നെ അവ പൂക്കൾ ഉണ്ടാവുന്നതാണ്. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രധാന ഗുണം ഇതുപോലെ നീണ്ടു പോകുന്ന കമ്പുകൾ പ്രൂൺ ചെയ്യുമ്പോൾ കണ്ടോ, പ്രൂൺ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് 3-4 പുതിയ ഇളകൾ വരികയും അതിലൊക്കെ നല്ലപോലെ കണ്ടോ ഇതുപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതേ സമയത്ത് അത് പ്രൂൺ ചെയ്യാതെ നിർത്തുകയാണെങ്കിൽ അതങ്ങനെ നീണ്ടു വളർന്നു പോവുക മാത്രമേ ഉള്ളൂ. അതിൻ്റെ അറ്റത്ത് വളരെ കുറച്ച് പൂക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രൂൺ ചെയ്യുന്ന കാര്യം എല്ലാവരും മറക്കാതിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ, നന്നായി പൂവിടാനുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാം. അത് DAP കയ്യിലുള്ളവർ DAP പോലുള്ള വളങ്ങൾ, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഇതുപോലുള്ള വളങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ചാട്ടോ കൊടുക്കാൻ പാടുള്ളൂ. അത് നമുക്ക് ചട്ടിയുടെ അരികിൽ കൂടി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് 19-19-19 കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയില്ലേ, അതിട്ട് കൊടുത്താലും നമ്മുടെ ബൊഗെയിൻവില്ല നല്ല വെയിലത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നന്നായിട്ട് പൂവിടും. നമ്മൾ ഈ വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചെടിച്ചട്ടിയിലുള്ള ചെറിയ കളകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് നീക്കിയ ശേഷം മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് വേണം കേട്ടോ ഏത് വളം കൊടുത്താലും അത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ വളം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കണം കേട്ടോ.
വെള്ളം ബോഗൻവില്ലയ്ക്ക് എല്ലാവരും പറയും വെള്ളം കുറവ് മതിയെന്ന്. പക്ഷെ ബോഗൻവില്ല നല്ല വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ദിവസവും കുറച്ച് വെള്ളം വീതം നിർബന്ധമായിട്ടും ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചെടിയിലൊക്കെ ഉണ്ടല്ലോ പൂക്കൾ ഉണ്ടായതിന് ശേഷം അത് കുറച്ചൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ കണ്ടോ ഇത് ഉണങ്ങി നിൽക്കുന്നത്, ഇതുപോലെ നന്നായിട്ട് കുറച്ച് പൂക്കളൊക്കെ ചിലപ്പോൾ ഉണങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന പൂക്കൾ ഈ ചെറിയ തണ്ടോട് കൂടി തന്നെ അത് ചെടിയിൽ നിർത്താൻ പാടില്ല കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് വെട്ടി കൊടുക്കണം. അപ്പോൾ അവിടെ നിന്നും പുതിയ തളിർപ്പുകളൊക്കെ വരും, അതിലും നിറയെ പൂക്കൾ ഉണ്ടായിക്കോളും. അപ്പോൾ ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നമ്മുടെ ചെടിയിൽ നല്ല പോലെ ഇലകൾ വരും. അത് ചിലപ്പോൾ വെള്ളം കുറച്ച് കൂടി പോകുന്നത് കൊണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇലകൾ തന്നെയായിട്ടാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആ വലിയ ഇലകളൊക്കെ ഒന്ന് നീക്കി കൊടുക്കണം കേട്ടോ. എപ്പോഴും ചെയ്യണമെന്നൊന്നുമില്ല, നല്ലോണം ഇലകൾ നന്നായിട്ട് തിങ്ങി നിറഞ്ഞു വന്നാൽ മാത്രം അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ ബൊഗൻവില്ലകൾ വലുതാവുന്നതിനനുസരിച്ച് ഒരുവിധം വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടിയുടെ സൈസ് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത സൈസുള്ള ചട്ടിയിലേക്ക് നമ്മൾ നീക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ചെടി വളർന്നിട്ട് നല്ല തിക്കായിട്ട് തന്നെ പൂക്കളൊക്കെ ഉണ്ടാവും. ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ബൊഗൻവില്ലയുടെ ചട്ടികൾ മാറ്റി കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത്, അടുത്ത സൈസിലേക്ക് മാറ്റുന്നത് നമ്മുടെ ബൊഗൻവില്ലയിൽ പൂക്കളൊക്കെ കുറഞ്ഞ് സീസൺ കഴിയുന്ന സമയമുണ്ടല്ലോ, അപ്പോഴാണ് നമ്മൾ ഈ ചെടി വീണ്ടും റിപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. പൂക്കളുണ്ടാവുന്ന സമയത്ത് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പാടില്ല. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയ ചട്ടിയിൽ പോലും നിറച്ച് ബൊഗൻവില്ല പൂക്കൾ ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.